ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ശുഭസായാഹ്നം. ഹരി ഓം. ഓം ശ്രീ ഗണേശായ നമഃ. ഓം ശ്രീ സരസ്വത്यै നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം നാരായണം പത്മഭുവം വസിഷ്ഠം ശക്തിം ച തത്പുത്രപരാശരം ച വ്യാസം സുഖം ഗൗഡപദം മഹാന്തം ഗോവിന്ദയോഗീന്ദ്രമദാസ്യ ശിഷ്യം ശ്രീശങ്കരാചാര്യമദാസ്യ പത്മപാദം ച ഹസ്താമലകം ച ശിഷ്യം തം ത്രൗഡകം വാർത്തികകാരമന്യാൻ അസ്മദ്ഗുരൂൻ സന്തതമാനതോസ്മി. ബ്രഹ്മാനന്ദം പരമസുഖദം കേവലം ജ്ഞാനമൂർത്തിം ദ്വന്ദ്വാതീതം ഗഗനസദൃശം തത്വമസ്യാദിലക്ഷ്യം ഏകം നിത്യം വിമലമചലം സർവധീ സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. ഓം പാർത്ഥായ പ്രതിബോധിതാം ഭഗവതാ നാരായണേന സ്വയം വ്യാസേന ഗ്രഥിതാം പുരാണമുനിനാ മധ്യേ മഹാഭാരതം അദ്വൈതാമൃതവർഷിണീം ഭഗവതീം അഷ്ടാദശാധ്യായിനീം അംബ ത്വാം അനുസന്ദധാമി ഭഗവദ്ഗീതേ ഭവദ്വേഷിണീ. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സമഗാഃ ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ ദേവായ തസ്മൈ നമഃ. യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ ദേവായ തസ്മൈ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഓം നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യഃ. ഓം ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ശുഭസായാഹ്നം, സുസ്വാഗതം. ഭഗവത്ഗീത വിചാര പരമ്പരയിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. 2-ാം അധ്യായത്തിലെ 1 മുതൽ 10 വരെയുള്ള ശ്ലോകങ്ങളൊന്ന് വായിക്കാം. നമ്മൾ ഇന്നലെ കഴിഞ്ഞ ക്ലാസ്സിൽ ആചാര്യ ഭഗവത്പാദരുടെ ഭാഷ്യം, ഭഗവത്ഗീതയ്ക്കുള്ള ഭാഷ്യം ആരംഭിക്കുന്ന ഉപോദ്ഘാതം, ഒരു പ്രവേശിക, അത് കാണുകയായിരുന്നു. അതിലെ ഏതാനും വാചകങ്ങൾ നമ്മൾ കണ്ടു. തുടർന്ന് കുറച്ചുകൂടെ കാണാനുണ്ട്. അതിൽ നമുക്ക് നോക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഭഗവത്ഗീത പ്രോപ്പർ 2-ാം അധ്യായത്തിലെ 11-ാം ശ്ലോകം മുതൽക്ക് ഭഗവാൻ ഉപദേശിക്കുന്ന ഗീത അത് കാണാം. അതിൽ നമുക്ക് ആചാര്യ ഭഗവത്പാദരുടെ അഭിപ്രായങ്ങൾ അവിടെ കണ്ടുകൊണ്ട് പോകാം. നാരായണ. 1 മുതൽ 10 വരെയുള്ള ശ്ലോകങ്ങൾ, 2-ാം അധ്യായം, സാഖ്യയോഗം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. അഥ ശ്രീമദ്ഭഗവദ്ഗീത 2-യോऽധ്യായഃ. സാഖ്യയോഗഃ.
സഞ്ജയ ഉവാച തം തഥാ കൃപയാവിഷ്ടം അശ്രുപൂർണാകുലേക്ഷണം വിഷീദന്തമിദം വാക്യം ഉവാച മധുസൂദനഃ. ശ്രീഭഗവാനുവാച കുതസ്ത്വാ കശ്മലമിദം വിഷമേ സമുപസ്ഥിതം അനാര്യജുഷ്ടമസ്വർഗ്യം അകീർത്തികരമർജുന. ക്ലൈബ്യം മാസ്മഗമഃ പാർത്ഥ നൈതത്വയ്യുപപദ്യത്തെ ക്ഷുദ്രം ഹൃദയ ദൗർബല്യം തെക്തോത്തിഷ്ഠ പരന്തപ. അർജുന ഉവാച കഥം ഭീഷ്മമഹം സംഖ്യേ ദ്രോണം ച മധുസൂദന. ഇഷുഭിഃ പ്രതിയോത്സ്യാമി പൂജാർഹാവരിസൂതന. ഗുരൂന ഹത്വാ ഹി മഹാനുഭാവാൻ ശ്രേയോ ഭോക്തും ഭൈക്ഷ്യമപീഹ ലോകേ. ഹത്വാർത്ഥകാമാംസ്തു ഗുരൂനിഹൈവ ഭുഞ്ജീയ ഭോഗാൻ രുധിരപ്രദിഗ്ധാൻ. ന ചൈതദ്വിദ്മഃ കതരം നോ ഗരീയോ യദ്വാ ജയേമ യദി വാ നോ ജയേയുഃ. യാനേവ ഹത്വാ ന ജിജീവിഷാമഃ തേവ സ്ഥിതാഃ പ്രമുഖേ ധാർത്തരാഷ്ട്രാഃ. കാർപ്പണ്യദോഷോപഹതഃ സ്വഭാവഃ പൃച്ഛാമി ത്വാം ധർമ്മസമ്മൂഢചേതാഃ. യച്ഛ്രേയസ്യാം നിശ്ചിതം ബ്രൂഹി തന്മേ ശിഷ്യസ്തേഹം സാധി മാം ത്വം പ്രപന്നം. നഹി പ്രപശ്യാമി മമാപനുദ്യാത് യച്ഛോകമുച്ഛോഷണമിന്ദ്രിയാണാം. അവാപ്യ ഭൂമാവസപത്നമൃദ്ധം രാജ്യം സുരാണാമപി ചാധിപത്യം. സഞ്ജയ ഉവാച ഏവമുക്ത്വാ ഹൃഷീകേശം ഗുഡാകേശഃ പരന്തപഃ. നയോത്സ്യ ഇതി ഗോവിന്ദം ഉക്ത്വാ തൂഷ്ണീം ബഭൂവഃ. തമുവാച ഹൃഷീകേശഃ പ്രഹസന്നിവ ഭാരത. സേനയോരുഭയോർമധ്യേ വിഷീദന്തമിദം വചഃ. നാരായണ. ഹരി ഓം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം, സുസ്വാഗതം. ഭഗവത്ഗീത ശങ്കരഭാഷ്യം ഉപോദ്ഘാതം. ഓം ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നാരായണഃ പരോ വ്യക്താത് അണ്ഡമവ്യക്തസംഭവം അണ്ഡസ്യാന്തസ്തി മേ ലോകാഃ സപ്തദ്വീപാ ച മേദിനീ. സ ഭഗവാൻ സൃഷ്ട്വാ ഇദം ജഗത് തസ്യ ച സ്ഥിതിം ചികീർഷുഃ. മരീച്യാദീനഗ്രേ സൃഷ്ട്വാ പ്രജാപതീൻ പ്രവൃത്തിലക്ഷണം ധർമ്മം ഗ്രാഹയാമാസ വേദോക്തം. തതഃ അന്യാൻ ച സനകസനന്ദനാദീൻ ഉൽപാദ്യ നിവൃത്തിലക്ഷണം ധർമ്മം ജ്ഞാനവൈരാഗ്യലക്ഷണം ഗ്രാഹയാമാസ. ദ്വിവിധോ ഹി വേദോക്തോ ധർമ്മഃ പ്രവൃത്തിലക്ഷണോ നിവൃത്തിലക്ഷണശ്ച ജഗതഃ സ്ഥിതികാരണം പ്രാണിനാം സാക്ഷാദ് അഭ്യുദയ നിശ്രേയസ ഹേതുഃ യഃ സഹ ധർമ്മോ ബ്രാഹ്മണാദ്യൈർവർണ്ണിഭിഃ ആശ്രമിഭിശ്ച ശ്രേയോർത്തിഭിഃ അനുഷ്ഠീയമാനഃ. ദീർഘേണ കാലേന അനുഷ്ഠാതॄണാം കാമോദ്ഭവാത് ഹീയമാന വിവേക വിജ്ഞാന ഹേതുകേന അധർമ്മേണ അഭിഭൂയമാനേ ധർമ്മേ പ്രവർദ്ധമാനേ ച അധർമ്മേ ജഗതഃ സ്ഥിതിം പരിപിപാലയിഷുഃ. സ ആദികർത്താ നാരായണാഖ്യോ വിഷ്ണുഃ. ഭൗമസ്യ ബ്രഹ്മണോ ബ്രാഹ്മണത്വസ്യ രക്ഷണാർത്ഥം ദേവക്യാം വസുദേവാത് അംശേന കൃഷ്ണഃ കില സംബഭൂവ. ബ്രാഹ്മണത്വസ്യ ഹി രക്ഷണേന രക്ഷിതഃ സ്യാത് വൈദികോ ധർമ്മഃ തദധീനത്വാത് വർണ്ണാശ്രമഭേദാനാം. ഈ ഭാഗങ്ങൾ വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അർത്ഥം തോന്നും. അത്ര വ്യക്തമാണ്, വളരെ സിമ്പിളാണ്. ഞാൻ പറയുകയും ചെയ്തു ഒരുവിധം എന്താണ് അതിൻ്റെ അർത്ഥം എന്ന്. അപ്പോൾ
ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടികർത്താവായ ഭഗവാൻ ഇതിൻ്റെ സ്ഥിതിയെ ഇച്ഛിച്ചുകൊണ്ട് രണ്ടു തരം വ്യവസ്ഥകൾ ഇവിടെ അദ്ദേഹം നിർമ്മിച്ചു. രണ്ടു ജീവിത പദ്ധതികൾ, പ്രവൃത്തി ലക്ഷണവും നിവൃത്തി ലക്ഷണവും. ആ പ്രവൃത്തി ലക്ഷണത്തെ ലോകത്തിന് കാണിച്ചു കൊടുക്കാനായിക്കൊണ്ട് മരീചി മുതലായ പ്രജാപതിമാരിലൂടെ ആ വേദോക്തമായ പ്രവൃത്തി ധർമ്മത്തെ അദ്ദേഹം ലോകത്തിൽ മാതൃക കാണിച്ചു കൊടുത്തു. സനകാദികളെ സൃഷ്ടിച്ച് അവരിലൂടെ നിവൃത്തി ലക്ഷണവും കാണിച്ചു കൊടുത്തു. അപ്പോൾ നമ്മുടെ ആളുകളുടെ ഇടയിലുള്ളതായിട്ടുള്ള ശങ്കയുണ്ട്, താടിക്കാരെല്ലാവരും സന്യാസിമാരാണ് എന്ന്. നമ്മുടെ പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും കുറേ താടിക്കാരുണ്ട്. വ്യാസനും വസിഷ്ഠനും വിശ്വാമിത്രനും ഇങ്ങനെ കുറേ പേരുകൾ നമ്മൾ കണ്ടിട്ടും കേട്ടിട്ടുമുണ്ട്. അപ്പോൾ ഇവരെല്ലാവരും സന്യാസിമാരാണെന്നാണ് എല്ലാവരുടെയും കുറേ ആളുകളുടെ ധാരണ. മനസ്സിലാക്കുക, എല്ലാ താടിക്കാരും സന്യാസിമാരല്ല. അതിൽ പ്രാജാപത്യം എന്നുള്ളതായിട്ടുള്ള ധർമ്മം അനുഷ്ഠിക്കുന്ന പ്രജാപതികളായ ബ്രാഹ്മണ ശ്രേഷ്ഠന്മാരാണ് വസിഷ്ഠൻ മുതലായിട്ടുള്ള പ്രജാപതിമാർ. പുലഹൻ, പുലസ്ത്യൻ, ക്രതു, വസിഷ്ഠൻ, അങ്കിരസ്, കർദമൻ, കശ്യപൻ, മരീചി ഇവരൊക്കെ പ്രജാപതിമാരാണ്. ദക്ഷനും പ്രജാപതിമാരിൽ ഒരാളാണ്. അപ്പൊ ഈ പ്രജാപതിമാര് ഗൃഹസ്ഥാശ്രമം അനുഷ്ഠിക്കുന്നവരാണ്. ഗൃഹസ്ഥാശ്രമത്തിലൂടെ എങ്ങനെയാണ് ഈ ലോകത്ത് ജീവിക്കേണ്ടത് ഇന്നത്തെ ലോകത്തുള്ള ഗൃഹസ്ഥാശ്രമികൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് അവരങ്ങനെ ജീവിച്ച് കാണിച്ചു തന്നത്. അപ്പൊ ഗൃഹസ്ഥ ജീവിതവും ഒരു ആശ്രമ ജീവിതം തന്നെയാണ്. ഇവിടെ ആശ്രമം എന്നാണ് പറയുന്നത്. ആശ്രമം എന്ന് പറഞ്ഞാൽ അർത്ഥം ഏതെങ്കിലും കെട്ടിടം എന്നല്ല. ആസമന്താത് ശ്രമഃ, എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുക. എന്തിനുള്ള ശ്രമം? ജീവിത ലക്ഷ്യപ്രാപ്തിക്കുള്ള ശ്രമം. മനുഷ്യ ജീവിതം അതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് മോക്ഷമാണ്, ഈശ്വരപ്രാപ്തിയാണ്. അവനവന്റെ ഉള്ളിലുള്ള ആത്മസ്വരൂപത്തെ നേരായ രീതിയിൽ അറിഞ്ഞ് അതിൻ്റെ നിഷ്ഠയിൽ ഇരിക്കലാണ് ബ്രഹ്മനിഷ്ഠ എന്ന് പറയുന്ന ആ അവസ്ഥയെ പ്രാപിക്കലാണ് മനുഷ്യ ജീവിതത്തിൻ്റെ ലക്ഷ്യം. അപ്പൊ നമ്മൾ ജന്മജന്മാന്തരങ്ങളിൽ എങ്ങനെയൊക്കെയോ ജീവിച്ച് ഏതൊക്കെയോ ജന്തുക്കളായോ മനുഷ്യരായോ ദേവന്മാരായോ അസുരന്മാരായോ ഒക്കെ ജീവിച്ച് കുറേ വാസനകൾ സംസ്കാരങ്ങൾ ആർജിച്ച് ആ നമ്മുടെ സ്വരൂപത്തിൽ നിന്ന് ഒരുപാട് അകലം വന്നു ദൂരേക്ക് പതിച്ചിരിക്കുകയാണ്. നമ്മുടെ സ്വരൂപം ആനന്ദ സ്വരൂപം, സച്ചിദാനന്ദ സ്വരൂപം, അതിൽ നിന്ന് പതിച്ചിരിക്കുന്നു. ആ സ്വരൂപത്തിലേക്ക് തിരിച്ചെത്തുമ്പോൾ മാത്രമേ നമുക്ക് സ്വസ്ഥത ഉണ്ടാവുന്നുള്ളൂ. കാരണം സ്വസ്ഥത എന്ന വാക്കിന്റെ അർത്ഥം തന്നെ സ്വസ്മിൻ സ്ഥിതിയാണ്. അവനവന്റെ സ്വരൂപത്തിൽ ഇരിക്കുന്നതാണ് സ്വസ്ഥത. അപ്പോൾ സ്വന്തം സ്വരൂപത്തിലേക്ക് മടങ്ങിയെത്തിയാൽ മാത്രമേ, കാരണം ആ സ്വരൂപം പൂർണ്ണമാണ്, അത് പൂർണ്ണമാണ്, ആനന്ദമാണ്. അതിലേക്ക് മടങ്ങിയെത്തിയാൽ മാത്രമേ നമുക്ക് സ്വൈരം അഥവാ സ്വസ്ഥത, ശാന്തി ഉണ്ടാവാൻ പോകുന്നുള്ളൂ. അപ്പോൾ അതിന് സാധിക്കുന്നത് ഈ വിവേകബുദ്ധിയുള്ള മനുഷ്യജന്മം കൊണ്ടാണ്. ബാക്കിയുള്ള ജന്മങ്ങളൊക്കെ വിവേകരഹിതമായിട്ടുള്ള ഭോഗഭൂമികകളാണ്. അവിടെ കർമ്മങ്ങളുടെ ഫലം അനുഭവിക്കാൻ മാത്രമേ സാധിക്കുള്ളൂ. മനുഷ്യ ജീവിതത്തിലാണ് കർമ്മഫലം അനുഭവിക്കുന്നതോടൊപ്പം തന്നെ പുതിയ കർമ്മങ്ങൾ ചെയ്യാനും വേണമെങ്കിൽ കർമ്മവാസനകൾ ഉണ്ടാക്കാനും അല്ലെങ്കിൽ പഴയ കർമ്മങ്ങളെ ക്ഷയിപ്പിച്ച് അതുപോലെ ജ്ഞാനം സമ്പാദിച്ച് കർമ്മങ്ങളെ പൂർണ്ണമായും ഉപേക്ഷിക്കാനും കർമ്മവാസനകളെ ക്ഷയിപ്പിക്കാനും അതുപോലെ ആത്മജ്ഞാനം സമ്പാദിച്ച് അവനവന്റെ സ്വരൂപത്തിലേക്ക് മടങ്ങിപ്പോകാനും കഴിയുന്നത് ഈ മനുഷ്യജന്മം കൊണ്ടാണ്. അപ്പൊ മനുഷ്യജന്മത്തെ
ഒരു ശ്രമം ആക്കി മാറ്റണം. എന്തിനുള്ള ശ്രമം? സ്വരൂപത്തിലേക്ക് മടങ്ങാനുള്ള ശ്രമം. ഒരു മടക്കയാത്രയാണ് മനുഷ്യജന്മം. എവിടേക്ക്? നമ്മുടെ വന്നിടത്തേക്ക്, വൈകുണ്ഠത്തിലേക്ക്. നമ്മളൊക്കെ വൈകുണ്ഠത്തു നിന്ന് വന്നവരാ. അങ്ങനെയൊക്കെ പറയുമ്പോഴാണ് എല്ലാവർക്കും ഈസിയായി മനസ്സിലാവുക. അതിനുവേണ്ടി പറയാം, നമ്മളൊക്കെ വൈകുണ്ഠത്തിൽ നിന്ന് വന്നവരാ എന്ന് വെച്ചാൽ ഭഗവത് സ്വരൂപത്തിൽ നിന്ന് വന്നവരാ. അവിടുന്ന് അജ്ഞാനം കൊണ്ട് വഴിക്ക് വീണവരാ. വഴിക്ക് വീണ് നമ്മൾ ചെളിക്കുണ്ടിലേക്ക് താഴ്ന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടുന്ന് കിട്ടിയിട്ടുള്ള ഒരു കച്ചിത്തുരുമ്പാണ് ഈ മനുഷ്യജന്മം. ഈ ചെളിക്കുണ്ടിൽ നിന്ന് തിരിച്ചു കയറാനുള്ളതായിട്ടുള്ള ഒരു പിടിവള്ളിയാണ് ഈ മനുഷ്യജന്മം. നമ്മുടെ വീണിടത്തേക്ക്, അല്ലെങ്കിൽ എവിടുന്ന് വീണുവോ ആ സ്വരൂപത്തിലേക്ക് മടങ്ങാൻ ഉള്ള ഒരു ചാൻസാണ് ദുർലഭമായിട്ടുള്ള ഈ മനുഷ്യജന്മം. അപ്പൊ ഇതിൽ എപ്പോഴും ശ്രമം ചെയ്യണമെന്ന് സൂചിപ്പിക്കാനാണ് ആശ്രമം എന്ന വാക്ക്. ആശ്രമം എന്നാൽ ആസമന്താത് ശ്രമഃ, ഓൾവേസ് ട്രൈയിങ്. ഓൾവേസ് ട്രൈയിങ് എന്തിന്? ടു ഗോ ബാക്ക്. അവനവന്റെ സ്വരൂപത്തിലേക്ക് മടങ്ങിപ്പോകാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ. പലപ്പോഴും നമ്മൾ വഴിക്ക് വീഴുന്നുണ്ട്. എങ്കിലും മനുഷ്യരായതുകൊണ്ട് മനുഷ്യർക്ക് നമുക്ക് വിവേകം നിലനിർത്തിയാൽ, ജാഗ്രത നിലനിർത്തിയാൽ വീണാലും പിന്നെയും എണീച്ച് തിരിച്ചു പോകാം. എത്ര പ്രാവശ്യം വീണാലും വീണടത്ത് കിടക്കാതെ തിരിച്ച് കയറാൻ ശ്രമിക്കാം. നമുക്ക് വിജയിക്കാതിരിക്കില്ല. എത്ര വീണാലും പിന്നെയും ശ്രമിച്ചാൽ തീർച്ചയായിട്ടും നമ്മൾ തിരിച്ചു കയറും. വന്നിടത്തേക്ക് തന്നെ തിരിച്ചു കയറും. അപ്പൊ അതിന് ശ്രമിച്ചു കൊണ്ടിരിക്കണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ് ബ്രഹ്മചര്യം, ആശ്രമം എന്ന് പറയുന്നതിലൂടെ. ബ്രഹ്മചര്യം എന്നുള്ളത് വിദ്യാഭ്യാസ കാലഘട്ടമാണ്. അവിടെയും ഈ ശ്രമം ആരംഭിക്കണം. ഗൃഹസ്ഥ ജീവിതം എന്നുള്ളത് നമ്മുടെ വാസനകളെ ക്ഷയിപ്പിച്ചുകൊണ്ട് നമ്മുടെ വീക്ക്നെസ്സുകളെ ജയിക്കാൻ ഉള്ള അവസരമാണ്. തിരിച്ച് കയറാനുള്ള ഓർമ്മ വെക്കണം. തിരിച്ചു പോകാനുള്ളതാണെന്നുള്ള ഓർമ്മ വെച്ചുകൊണ്ട് ഈ ഗൃഹസ്ഥാശ്രമമാകുന്ന ചെളിക്കുണ്ടിൽ കളിക്കാം. മുകളിലേക്കുള്ള പിടി വിടാൻ പാടുള്ളതല്ല. ഒരു ചെളിക്കുണ്ടിലേക്ക് ഇറങ്ങുമ്പോൾ ആഴമേറിയ ചെളിക്കുണ്ടാണെങ്കിൽ അതിൽ താഴ്ന്നു പോകാതിരിക്കാൻ കരയിൽ നിന്നൊരു കയറ് കെട്ടി അതിൽ പിടുത്തം വേണം. ചെളിക്കുണ്ടിൽ മുങ്ങിയതായിട്ടുള്ള ഒരാളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്ന ഒരാളും ഒരു ബന്ധവും, കരയിലോട്ടൊരു ബന്ധവും ഇല്ലാതെ ഇറങ്ങിയാൽ അയാൾ എത്ര ശക്തനാണെങ്കിലും എന്തെല്ലാം വൈദഗ്ധ്യം അയാൾക്കുണ്ടെങ്കിലും, നീന്തൽ വിദഗ്ധനായിക്കോട്ടെ, അല്ലെങ്കിൽ ഏറ്റവും നല്ലൊരു അത്ലറ്റ് ആയിക്കോട്ടെ, എത്ര ഉയരത്തിൽ ചാടാൻ കഴിവുള്ളവനോ ഓടാൻ കഴിവുള്ളവനോ, എത്ര ഭാരം ചുമക്കാൻ കഴിവുള്ളവനോ, എന്ത് കഴിവുള്ളവനോ ആയിക്കോട്ടെ, ഒരു ചെളിക്കുണ്ടിൽ ഇറങ്ങിയാൽ കയറാൻ ആർക്കും സാധിക്കില്ല. ഒരു മാർഷൽ ലാൻഡാണെങ്കിൽ, ഒരു ചതുപ്പ് നിലമാണെങ്കിൽ അതിലേക്ക് ഇറങ്ങിയാൽ ആർക്കും തിരിച്ചു കയറാൻ സാധിക്കില്ല. അപ്പൊ അങ്ങനെ എന്തു വേണം? അങ്ങനെ ഇറങ്ങുമ്പോൾ കരയിൽ നിന്നൊരു പിടുത്തം വേണം. കരയിലേക്ക് നല്ല ബലമുള്ളതായിട്ടൊരു വടം കെട്ടി ആ വടം തൻ്റെ അരയിലോ എവിടെയെങ്കിലും തൻ്റെ കയ്യിലോ പിടിച്ചുകൊണ്ട് വേണം ഈ ചെളിക്കുണ്ടിലേക്ക് ഇറങ്ങാൻ. അതുപോലെയാണ് ഗൃഹസ്ഥാശ്രമത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരാള്, ഗൃഹസ്ഥാശ്രമത്തിൽ ജീവിക്കുന്ന ഒരാള് കരയിലേക്ക് ഒരു പിടുത്തം വേണം. ആരാ കര? തിരിച്ചു കയറണമെങ്കിൽ ഈ കയറുമായിട്ട് നമ്മൾ ബന്ധം ഉണ്ടാവണം. ഈ കയറ് ദുർബലമാണെങ്കിൽ അറ്റുപോകും. അപ്പൊ ഈ കയറിനെ ദൃഢപ്പെടുത്തുകയും വേണം. നല്ല ബലമുള്ള കയറാക്കണം. ആണ് ദൃഢമായിട്ടുള്ള ഭക്തി, ദൃഢമായിട്ടുള്ള ധർമാനുഷ്ഠാനം. ഇതൊന്നും ഇല്ലെങ്കിൽ ചെളിക്കുണ്ടിൽ ആണ്ടുപോകും. മനുഷ്യജന്മം പാഴായി പോകും. കയറാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ടാണ് ഇതിനെ ആശ്രമം എന്ന് പറയുന്നത്. എന്തുകൊണ്ട് ആശ്രമം? ശ്രമം ചെയ്യുമ്പോഴേ ആശ്രമം ആവുള്ളൂ കേട്ടോ. വെറുതെ ഗൃഹത്തിലിരുന്നാൽ ഒരാൾ ഗൃഹസ്ഥാശ്രമി ആവില്ല.